കുറച്ച് മാസങ്ങളായിട്ട് ദുരന്തങ്ങളുടെ വാർത്ത മാത്രമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇറാൻ ഇസ്രായേൽ യുദ്ധം ഒരു ഭാഗത്ത്, അഹമ്മദാബാദിലെ വിമാന ദുരന്തം, കപ്പൽ ദുരന്തങ്ങൾ, അതൊക്കെ നമ്മുടെ നാടിൻ്റെ പരിസരത്ത് തന്നെയാണ്. അതുപോലെ തന്നെ പഹൽഗാമിൽ നടന്ന തീവ്രവാദ അക്രമങ്ങൾ, ഇങ്ങനെ തുടങ്ങി കേൾക്കാൻ ഒരു സുഖമില്ലാത്ത വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒരു മുഅ്മിനായ മനുഷ്യൻ നന്നായി ചിന്തിക്കേണ്ടതുണ്ട്. കാരണം അല്ലാഹു തആല ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചു തരുന്നത് നമ്മൾ ചിന്തിക്കാനാണ്. അള്ളാഹുവിൻ്റെ ചിന്തയിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുമ്പോൾ, മാറിപ്പോകുമ്പോൾ അല്ലാഹു തആല നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പലതും കാണിച്ചു തരും. എന്നിട്ടും നമ്മൾ ചിന്തിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ തലയിലായിരിക്കും ആ ഒരു പരീക്ഷണങ്ങളൊക്കെ വന്നു വീഴുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്നാണോ ഇസ്ലാം നമുക്ക് അഭിമാനമാകുന്നത്, ഇസ്ലാം പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിലൂടെ അഭിമാനം എനിക്ക് എന്നാണോ തോന്നുന്നത്, അന്നു മുതലാണ് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുന്നത്. അതുമുതൽ അള്ളാഹു തആല നമുക്ക് അഭിവൃദ്ധികൾ തരാൻ തുടങ്ങും. എന്നാണോ നമുക്ക് ഇസ്ലാം ഒരു പുച്ഛമായി തോന്നുന്നത്, ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തത് ചെയ്യുമ്പോൾ ഇതൊക്കെ ഒരു പഴഞ്ചനല്ലേ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ നിമിഷം മുതൽ അള്ളാഹു തആല നമ്മെ തരം താഴ്ത്താൻ തുടങ്ങും. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും. ഇന്നിപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ തന്നെ ഇസ്ലാമിനെ കാറ്റിൽ പറത്തുന്ന കാഴ്ചകളാണ്. മുസ്ലിം സ്ത്രീകൾ ഹിജാബ് ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ മടിയുള്ള സ്ത്രീകളുണ്ട്. അതിനോടൊരു പുച്ഛമാണ്. അതൊക്കെ ആളുകൾ എന്ത് വിചാരിക്കും? അങ്ങാടിയിലൂടെ തൊപ്പി ധരിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ പള്ളിയിലേക്ക് ബാങ്ക് കേൾക്കുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടി വരുന്നത് ഒക്കെ ഒരു മടിയായി, അതൊക്കെ ഒരു ഇസ്സത്ത് കുറവായി, നമ്മളെപ്പോഴും തിരക്കുള്ള ആളുകളാണ്, ബിസിയുള്ള ആളുകളാണ്, പള്ളിയിലൊന്നും വരാൻ ഞങ്ങൾക്ക് ഒഴിവില്ല എന്ന് ജനങ്ങളെ തോന്നിപ്പിക്കുന്ന രൂപത്തിലൊക്കെ ആ ചിന്തയിലേക്കൊക്കെ ആളുകൾ പോകുന്ന ഒരു കാലഘട്ടമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതിൽ നിന്നൊക്കെ മാറി ഈ രൂപത്തിലുള്ള കാലഘട്ടം വളരെ മോശമായിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ്. എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തീർത്ത് നൽകി ലോകത്തിന് മുഴുവൻ അള്ളാഹു സമാധാനം നിലനിർത്തി തരുമാറാവട്ടെ.